രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ലക്ഷ്മി വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. എന്താടി, നിനക്കെന്താ പറ്റിയേ? ഇങ്ങനെ പതിവില്ലാതെ വിയർക്കുന്നതെന്താ? ഏയ് ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. എൻട്രൻസ് കടക്കുമ്പോൾ തന്നെ കാലുകൾ കുഴയുന്നുണ്ട്. രണ്ടുപേരും ലിഫ്റ്റിൽ കയറി. ലക്ഷ്മി സാരി തുമ്പിൽ അമർത്തി പിടിച്ചു. ദൈവമേ, ഇന്ന് സാരി മാറ്റി മറ്റേതേലും വേഷം ധരിച്ച് വരാനാ പറഞ്ഞത്. എൻ്റെ കയ്യിലാണെങ്കിൽ 5ൻ്റെ കാശില്ല. 1 രൂപ പോലും കയ്യിൽ തരാതെ മൊത്തം സാറ് തന്നെ വീട്ടിലേക്ക് അയച്ചു. നിത്യയുടെ ഡ്രസ്സ് എനിക്ക് കറക്റ്റാണ്. ചോദിച്ചാൽ അവൾ തരുമായിരുന്നു. പക്ഷേ എന്തോ ഒരു ചമ്മൽ. ലച്ചു, ഇന്നു മുതൽ ഞാൻ 2nd ഫ്ലോറിലാ, നീ 3ലും. ആരവ് സാർ എങ്ങനാ? വഴക്കെന്തേലും പറയോ പെണ്ണെ? നിത്യ ഉറക്കെ ചോദിച്ചിട്ടും അവളൊന്നും കേട്ടതേയില്ല. എടി, തോളിൽ തട്ടിയതും ലക്ഷ്മി ഞെട്ടിപ്പോയി. എന്താ സാർ? ഓ അങ്ങനെ, സാറിനെ മാത്രം ചിന്തിച്ച് സ്വപ്നലോകത്താണല്ലേ? ആ നടക്കട്ടെ. സോറി, നീ എന്താ ചോദിച്ചേ? ഞാൻ കേട്ടില്ല. നിത്യ വീണ്ടും കാര്യം പറഞ്ഞു. ഏയ്, ആരവ് ചേട്ടൻ പാവാണ്, വഴക്കൊന്നും പറയില്ല. എനിക്കിറങ്ങാറായി, ഇനി സമാധാനത്തിൽ സ്വപ്നം കണ്ടോ. ലിഫ്റ്റ് തുറന്നതും പുറത്തു നിൽക്കുന്ന ആളിനെ കണ്ട് നിത്യയ്ക്ക് ചിരി വന്നു. ലക്ഷ്മി കണ്ണും മിഴിച്ചു നിൽക്കുവാണ്. ലച്ചു, ഇനി സ്വപ്നം കാണണ്ടടി, സാക്ഷാൽ അഭിമന്യു ദേ നിൽക്കുന്നു. നിത്യ പുറത്തേക്കിറങ്ങി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ലക്ഷ്മിയെ അടിമുടി നോക്കിക്കൊണ്ട് ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. അവൾ തല താഴ്ത്തി പിടിച്ചു നിന്നു. അഫി വാളിൽ ചാരി. നോക്കണോ? അവൾ തല ഉയർത്തിയതും അഫിയുടെ കണ്ണുകൾ വിടർന്നു. എന്താടി നോക്കുന്നേ? വേണ്ട. എന്തിനാ വടി കൊടുത്ത് അടി വാങ്ങുന്നേ? അവൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ബട്ടൺ പ്രസ് ചെയ്തതും ലക്ഷ്മി നിന്ന് താളം ചവിട്ടാൻ തുടങ്ങി. അവൻ അടുത്തേക്ക് വരുന്നുണ്ട്. ഈശ്വര, ഓടാൻ പോലും കഴിയില്ല. എത്ര അടി കിട്ടിയാലും ഈ സാധനത്തിന് ഒരു നാണമില്ലേ? ലക്ഷ്മി തന്നിലേക്ക് അമർന്നു നിൽക്കുമ്പോൾ പിടച്ചു പോയിരുന്നു അവൾ. എനിക്കിതേ ഇതൊന്ന് കാണണം. ബ്ലൗസിനകത്ത് കിടന്ന മാലയെ അവൻ ഉയർത്തിയതും ആ വിരലുകൾ അവളിൽ പതിച്ചു. ലക്ഷ്മി കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. സാർ, ഇതെന്തൊക്കെയാ? കഷ്ടാണ്, വിങ്ങലോടെ പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സാരി മാറ്റാൻ? നീ കേട്ടോ? ഇല്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ലിഫ്റ്റ് 3rd ഫ്ലോറിൽ നിന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി. രാവണൻ ഇനി സാരി മാറ്റാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ചവിട്ടിത്തുള്ളി അവൻ്റെ പിന്നാലെ നടന്നു. എന്താ നിത്യ, താൻ ഇവിടെയെങ്ങും അല്ലേ? ആരവ് ചെയറിൽ തട്ടുമ്പോൾ അവൾ ചാടി പിടഞ്ഞെഴുന്നേറ്റു. അയ്യോ, പേടിച്ചു പോയോടോ? അത് സോറി, ഞാനെന്തോ ആലോചിച്ച്. ദേ ഇപ്പം വർക്ക് കംപ്ലീറ്റ് ചെയ്തോളാം. ഇറ്റ്സ് ഓക്കെ, ടെൻഷൻ വേണ്ട, അത് ഞാൻ നോക്കാം. പിന്നെ ഇത് അഫിയുടെ കാറിൽ നിന്ന് ഞാൻ എടുത്തതാ. താനിത് അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കൂ. ടെക്സ്റ്റൈൽ ഷോപ്പിലെ പാക്കറ്റുകളാണ്. അവളത് വാങ്ങി. അനുവാദം ചോദിച്ച് നിത്യ കയറി വന്നതും ഫയലുകളും ലാപ്പും മാറി മാറി നോക്കുന്ന ലക്ഷ്മിയെ കണ്ട് ചിരിച്ചു. അഫി ചെയറിൽ നിന്ന് എഴുന്നേറ്റു. പാക്കറ്റുകൾ വാങ്ങി വെച്ചു. നിത്യ ഓക്കെ അല്ലേ? അവൾ തലകുലുക്കി. താൻ പേടിക്കേണ്ട, അവനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്ക്. എന്തേലും ഒരു കാരണം അവനായി തന്നെ ഉണ്ടാക്കും. ആരവ് ദേഷ്യപ്പെടുന്നില്ലല്ലോ? ഏയ് ഇല്ല സാർ. അവൾ പോയതും അഫി ടേബിളിൽ ചാരി നിന്നു. സീത, ഇങ്ങ് വന്നേടി. എവിടത്തെ എടി? എൻ്റെ പേര് വിളിക്ക്, എന്നാലേ വരൂ, ഇല്ലേൽ പട്ടി വരും. ലക്ഷ്മി ആ ഇരിപ്പാണ്. അഫി ചുണ്ട് കടിച്ചു. സീതാലക്ഷ്മി, ഇന്ന് നൈറ്റ് 12 മണിക്ക് ഞാൻ വീട്ടിൽ വരും കേട്ടോ. അവൾ മടിയിലിരുന്ന ലാപ്പെടുത്ത് സെറ്റിയിലേക്കിട്ട് ചാടി എഴുന്നേറ്റു. എന്തിന്? അതോ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. ഞാൻ വരില്ല. ഉറക്കം വന്നാൽ പിന്നെ ഞാൻ എഴുന്നേക്കില്ല. എന്നാ നീ ഇന്ന് ഉറങ്ങണ്ട. നാളെ വെളുപ്പിന് 2 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ 12 മണിക്ക് വരും. റെഡിയായി നിൽക്കണം. അവൾ ദയനീയമായി ചുണ്ട് ചുളുക്കി. ഷോ, ഇതിലൊന്നും അഭിമന്യു വീഴില്ല. നേരെ ഹൈദരാബാദ്. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യും. ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ നിന്ന് മുംബൈ. ലക്ഷ്മി പമ്മി പമ്മി നടന്നു. അവന് മുന്നിൽ നിന്നു. ഞാനെന്തിനാ? ആരവ് ചേട്ടൻ വരുമല്ലോ. പറ്റില്ല. ആരവ് എൻ്റെ ഒപ്പം വന്നാൽ ഇവിടെ ഓഫീസിൽ ആരേലും വേണ്ടേ? ആദിക്ക് എക്സാമാണ്, അവൻ വരില്ല. നീ എല്ലാ കാര്യവും നോക്കുമോ? അവൾ തല വിലങ്ങനെ കുലുക്കി. 5 ദിവസം മാത്രം. 5 ദിവസമോ? ലക്ഷ്മി നെഞ്ചിൽ കൈവച്ചു. ദൈവമേ, 5 ദിവസം ദൂരെ യാത്രയാണ്. ഈ നിറം മങ്ങിയ സാരിയും ചുറ്റി എങ്ങനെ പോകും? വാങ്ങാന്ന് വെച്ചാൽ അതിനും മാർഗമില്ല. തല താഴ്ത്തി പിടിച്ച് നിൽക്കുവാണേലും കൃഷ്ണമണികൾ
നാലുപാടും പായുന്നുണ്ട്. ദാ ഒരു പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടി. നിന്റെ യൂണിഫോം ഇപ്പം മാറി വരണം. ഇനി ഈ സാരി ഇവിടെ പറ്റില്ല. സാർ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാൻ മാത്രം കണ്ടാൽ മതി. എനിക്കിഷ്ടമല്ല സീത. അവൻ്റെ ആ വാക്കുകൾ ചെവിയിൽ വന്ന് വീഴുമ്പോൾ തീ കനലിൽ ഇറങ്ങി നിന്നതുപോലെ സീതയ്ക്ക് തോന്നിപ്പോയി. മറ്റൊരുവന് മുന്നിൽ ഹൃദയം വിങ്ങി പൊട്ടുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അഫി ടേബിളിൽ ഇരുന്നു, കാലുകൾ അകത്തി വെച്ചു. ലക്ഷ്മിയെ പിടിച്ച് അടുത്ത് നിർത്തി. ഇരുകാലും കൊണ്ടും അവളെ ചുറ്റി. ഞാനിനി മുന്നോട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അഭിമന്യുവിൻ്റെ സ്വന്തമായ നിമിഷം മുതലുള്ള സീതാലക്ഷ്മിയെ പറ്റി. നിന്നെ ആരും മോശമായി നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അവനെ നോക്കാതെ നിന്നു. കണ്ണുനീർ കവിൾത്തടം വഴി ഉരുണ്ടിറങ്ങുന്നു. അഫി ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്തു. എന്തിനടി ഈ കണ്ണുനീര്? ലക്ഷ്മിക്ക് അതൊട്ടും ചേരില്ല. പിന്നെ സ്കർട്ടിന് ഇറക്കം കുറവാണോ എന്തോ? അവൾ ഒന്നും മിണ്ടുന്നില്ല. ചെല്ല്, പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. പാക്കറ്റ് നെഞ്ചിലേക്ക് അമർത്തി പിടിക്കുന്നുണ്ട്. അവളുടെ ഉള്ളിലെ പിടപ്പ് അവന് മനസ്സിലായി. ഇട്ടു നോക്ക്, ഇഷ്ടമായില്ലേൽ സാരി മതി. അവൻ പ്രൈവറ്റ് റൂമിലേക്ക് വിരൽ ചൂണ്ടി. പിന്നെ മുടി ബൺ ചെയ്തോ? വിടർത്തിയിടുന്നത് ആ ഡ്രസ്സിന് ചേരില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൻ ചെയ്യും പോലെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിപ്പോയി. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവളെ തല ചരിച്ചു നോക്കി. ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഫുൾ സ്ലീവ് ഷർട്ടും. വണ്ണമില്ലാത്ത ഒതുങ്ങിയ ശരീരമായതുകൊണ്ട് തന്നെ ആ ഷർട്ടിൽ ഒരു തരത്തിലുള്ള ഭംഗിക്കുറവും ഉണ്ടായില്ല. വാവ്, സൂപ്പർ. ലക്ഷ്മിക്ക് ഇഷ്ടമായോ? ഇല്ലേൽ ഇപ്പം തന്നെ മാറ്റിക്കോ. അവൾ മുന്നിലേക്ക് നടന്നു. അഫി ഇപ്പോഴും ടേബിളിൽ തന്നെ ഇരിക്കുവാണ്. ദേ, ഈ പാക്കറ്റുകൾ നിനക്കാ. സാരിയല്ല, ചുരിദാറാ. എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? നാളെ പോകുമ്പോൾ ഇടാനുള്ളതാ. സാരിയും കൊണ്ടുവന്നോ? തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഒന്ന് ആഗ്ര വരെ പോകണം. താജ്മഹൽ കാണണം. യമുന നദിയുടെ തീരത്തിരിക്കണം. അപ്പോൾ ഈ സാരി മതി. ഞാൻ വരില്ല. വരും, വന്നേ പറ്റൂ. അവൾ പാക്കറ്റുകളെല്ലാം വാങ്ങി. അതിലൊരു ഫോണുണ്ട്. അന്നൊരു ദിവസം നിനക്കായി വാങ്ങിയതാ. സീതാലക്ഷ്മിക്കുള്ളതെന്നും നിനക്ക് മാത്രം സ്വന്തമായിരിക്കും, ഞാൻ ഉൾപ്പെടെ. അഫി ടേബിളിൽ നിന്ന് ചാടിയിറങ്ങി. അവൻ്റെ കണ്ണിലെ പ്രണയം. അടുത്തേക്ക് വരുന്നവനെ നോക്കി ഗ്ലാസ് വാളിൽ ചാരി നിന്നു. അവൻ്റെ ഒരു ചുംബനത്തിനായി അവളും ആഗ്രഹിച്ചു പോകുന്നു. യു ആർ മൈൻ. ചെവിയിൽ അവൻ്റെ ചുണ്ടടുത്തു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. ഒരിക്കലും സ്വന്തമാകില്ല എന്നറിയാം. എനിക്ക് അഭിമന്യുവിനെ മോഹിക്കാൻ അവകാശമില്ല. പക്ഷേ ഈ സാമീപ്യം അതെനിക്ക് ഇഷ്ടമാണ്. ശബ്ദം പുറത്തേക്ക് വരാതെ മനസ്സിൽ പറഞ്ഞു. എന്താടി ഇത്? കഴുത്തിറുകില്ലേ? ഷർട്ടിൻ്റെ ബട്ടൺ ഇളക്കി മാറ്റുമ്പോൾ ലക്ഷ്മി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. മുറിവ് വേദനയുണ്ടോ? ഇല്ല. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. സാറ് കോൾ എടുത്തില്ല. പിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് പറഞ്ഞു. ഷോ, അത് ലക്ഷ്മി ആയിരുന്നോ? ബെല്ല് വന്നപ്പോൾ ഫോൺ എടുത്തതും കയ്യിൽ നിന്ന് വഴുക്കി സ്വിമ്മിംഗ് പൂളിൽ വീണു. പിന്നെ ഞാനിത്തിരി. അവൻ ചൂണ്ടു വിരൽ ഉയർത്തി. അവളുടെ കണ്ണുകൾ കൂർത്തു. എന്തേ? എന്നത്തെയും പോലെ ഇല്ല, കുറച്ച് മാത്രം. ഒരു ബോട്ടിൽ. പിന്നെ ഡാഡി വഴക്കു പറഞ്ഞു. അങ്ങനെ നിർത്തി. സാറിൻ്റെ അമ്മ ഒന്നും പറയില്ലേ? മമ്മ. എന്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ദുജയെ ഓർമ്മ വന്നതും അവൻ പുഞ്ചിരിച്ചു. സീത കവിളിൽ വിരൽ വെച്ച് തഴുകി. ലക്ഷ്മി അവൻ്റെ ചുവന്ന് കയറുന്ന ചുണ്ടിലാണ് നോക്കിയത്. അവിടെ ഒരു വിറയലുണ്ട്. അവൻ്റെ തല താഴ്ന്നു വരുന്നു. ഒരു ചുംബനം. അവളെ കീഴ്പ്പെടുത്താൻ പാകമായ പ്രണയചുംബനം. ശരീരത്തിൽ തണുപ്പ് പടർന്നതും അതരങ്ങളെ വേർപെടുത്താതെ അഫി അവളുടെ ഇരു കൈയിലും പിടിച്ച് തൻ്റെ ഇടുപ്പിലേക്ക് വെച്ചു. പക്ഷേ അവൾ ആ കൈ പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റി. അവളിലെ മാധുര്യം ആ പെണ്ണിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ സ്വന്തമാക്കുമ്പോൾ അവളുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഒന്ന് കെട്ടിപ്പിടിക്കാൻ ലക്ഷ്മി, എനിക്കും ഇഷ്ടമാണ്. വീങ്ങി ചുവന്ന ചുണ്ടുകൾ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അവൾ തല താഴ്ത്തി പിടിച്ചു. അഫിക്ക് സങ്കടം തോന്നിപ്പോയി. സത്യായും അഭിമന്യു നിന്നെ സ്വന്തമാക്കും. ലക്ഷ്മി നിലത്ത് കിടന്ന പാക്കറ്റുകളെടുത്ത് തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടന്നു. മമ്മയുടെ സമ്മതത്തോടെ ഒന്നും നടക്കില്ല. പക്ഷേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. സീതാലക്ഷ്മിയെ ഏതു മാർഗത്തിലൂടെയും ഞാൻ സ്വന്തമാക്കിയിരിക്കും. ഉറപ്പോടെ ചെയറിൽ ചാരി കിടന്ന് നെഞ്ചിൽ പടർന്ന അവളുടെ കണ്ണുനീരിൻ്റെ നനവിൽ വിരൽ വെച്ചു. ഇനി കഴിക്കില്ല. നീ എന്നെ നന്നാക്കുവാ.
ഡാഡിയും ആദിയും എൻ്റെ ദുർനടപ്പ് നിർത്താൻ കാല് പിടിക്കും പോലെ പറഞ്ഞിട്ടും ഞാൻ അനുസരിച്ചിട്ടില്ല. പക്ഷേ നിന്നെ കണ്ട നാൾ മുതൽ ആ ശീലം എന്നിൽ നിന്നും അകന്നു പോയി. ഇന്നിപ്പോൾ ആ നോട്ടത്തിൽ കഴിക്കുന്ന ശീലവും നിർത്തി. അഫി പുഞ്ചിരിയോടെ കണ്ണുകൾ മുറുകെ അടച്ചു. എൻ്റെ പൊന്നു, ഇതാരാ? HR വന്ന ലക്ഷ്മിയെ കണ്ട് ആരവിന് അത്ഭുതം. അവൾ നിത്യയ്ക്ക് അടുത്ത് നിന്നു. കൊള്ളാവോ, വൃത്തികേടുണ്ടോടി? എൻ്റെ പെണ്ണെ, ഇപ്പം നിന്നെ കണ്ടാൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്കുണ്ട്, സുന്ദരിയായി. നാളെ മീറ്റിംഗ് ഉണ്ട്, ഹൈദരാബാദ് ആൻഡ് മുംബൈ. ഞാനും പോകണമെന്ന്. എനിക്കെന്തോ നല്ല പേടിയുണ്ട്. ഒരു പേടിയും വേണ്ട, അഫിക്കൊപ്പം ലക്ഷ്മി സേഫാണ്. അവൻ കുട്ടിയെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയില്ല. അതല്ല ചേട്ടാ, ഞാൻ ആദ്യമായിട്ടാ ദൂരെ യാത്രകൾ ചെയ്യുന്നത്, അതും ഫ്ലൈറ്റിൽ. പിന്നെ മുംബൈ, അവിടെ യാദവിന് ഫ്രണ്ട്സുണ്ട്. അവൻ പിന്നാലെ വരൂ. അഫിക്കൊപ്പം അല്ലേ? ഫ്ലൈറ്റിലായാലും ഇനി എവിടെയായാലും ലക്ഷ്മിയെ അവൻ ഒറ്റയ്ക്കാക്കില്ല. അഫിക്കും മുംബൈയിൽ ഫ്രണ്ട്സുണ്ട്. യാദവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരം കൂട്ടർ. എന്നാ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാൻ നിത്യ? അവൾ തലകുലുക്കി ആരവിനെ നോക്കി. സാറ് വരുന്നുണ്ടോ? അവൻ പുഞ്ചിരിച്ചു. ഇല്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ അഫിക്കൊപ്പം ഇരിക്കാം. ആര്? സാറ് ചോറ് കഴിക്കില്ലല്ലോ. ചിലപ്പോൾ കട്ട് ഫ്രൂട്ട്സ് പ്യൂൺ കൊണ്ടുവന്ന് കൊടുക്കും. അത് കഴിച്ചാലായി, ഇല്ലെങ്കിലായി. വാ ചേട്ടാ, ഒരുമിച്ചിരിക്കാം. ലക്ഷ്മി നിർബന്ധിച്ചു. ശരി, വരാം. അവർക്കൊപ്പം ക്യാൻറ്റീനിലേക്ക് നടന്നു. ഒരു ടേബിളിന് ചുറ്റും 3 പേരും ഇരുന്നു. ആരവ് ഒരു ചോറ് പാത്രവും ഓരോ കുഞ്ഞു പാത്രങ്ങളും ടേബിളിൽ നിരത്തി. ഇതെന്താ ചേട്ടാ, ഒരുപാട് കൂട്ടം വെജിറ്റബിൾ കറികളുണ്ടല്ലോ. രാവിലെ തന്നെ ഇത്രയും കറികൾ ഉണ്ടാക്കി തരുന്നത് ആരാ? അമ്മയാണോ? ലക്ഷ്മി ചോദിച്ചു. നിത്യ ആരവിനെ നോക്കിയിരിക്കുവാണ് അവൻ്റെ മറുപടിക്കായി. അല്ലടോ, കിച്ചൺ എൻ്റെ ഏരിയയാണ്. അമ്മയ്ക്ക് ഒന്നിനും പറ്റില്ല, കിടപ്പ. വീൽ ചെയറിൽ എടുത്തിരുത്തണം. വെജിറ്റബിൾ ഫുഡ് ഒരുപാട് കൊടുക്കണം. അതുകൊണ്ട് എന്നും ഉണ്ടാക്കും. അവരുടെ അസുഖ വിവരങ്ങൾ അവൻ പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു, ഒപ്പം നിത്യയുടെയും. അപ്പോൾ രാവിലത്തെ ഫുഡ് ചേട്ടൻ കൊടുത്തിട്ട് വരും. ഉച്ചയ്ക്ക് എന്തു ചെയ്യും? അവൻ വേദനയിൽ ചിരിച്ചതേയുള്ളൂ. വീട്ടിൽ അമ്മയെ നോക്കാൻ ഒരാളെ നിർത്തിയതാ. ഞാൻ ഓഫീസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ റൂമിൽ സ്മെല്ല് കാരണം കയറാൻ പറ്റില്ല. കാശ് കൊടുത്താലും വേണ്ടില്ലായിരുന്നു. പക്ഷെ ഒന്നിനും ആത്മാർത്ഥതയില്ലടോ. അടുത്ത ബന്ധുക്കൾ കുറച്ച് ദിവസം വന്നു. പിന്നെ അവരും വരാണ്ടായി. മലവും മൂത്രം എടുക്കുക വലിയ പാടല്ലേ. ഇപ്പോൾ ഞാൻ വരുന്നത് വരെ അമ്മ അങ്ങനെ കിടക്കും. ലഞ്ച് കഴിച്ച് കൈ കഴുകി. ലച്ചു, നിന്റെ ചുണ്ടിൽ എന്തു പറ്റിയടി? നേരത്തെ ഞാൻ ശ്രദ്ധിച്ചതാ. ആ സാറ് ഇരുന്നത് കൊണ്ടാ ചോദിക്കാഞ്ഞേ. അത് ഒരു ഉറുമ്പ് കടിച്ചതാ. ഷർട്ടിലോ മറ്റോ ഇരുന്നിട്ടുണ്ടാവും. ഷർട്ടിലിരുന്ന ഉറുമ്പാണോ? ഷർട്ട് തന്ന ഉറുമ്പാണോ? ലക്ഷ്മി വിളറിപ്പോയി. സാറ് തന്നതല്ലേ? ഇതെന്തായാലും ഫസ്റ്റ് ടൈം അല്ല, അതെനിക്ക് മനസ്സിലായി. നിത്യ, ലക്ഷ്മി അവളുടെ കയ്യെ കൂട്ടിപ്പിടിച്ചു. വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ അവസ്ഥ, വിവാഹം കഴിഞ്ഞു. ഇതൊക്കെ ഓർക്കുമ്പോൾ എന്തോ ഒരു പേടി. വർമ്മ സാറിൻ്റെ മമ്മ എനിക്ക് പറ്റില്ലാന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ടാണോ ഉമ്മയും വാങ്ങിച്ചു വെച്ചിട്ട് വന്ന് നിൽക്കുന്നത്? കല്യാണത്തിന് സമ്മതമല്ലേ? എന്തിനാ നീ നിന്ന് കൊടുത്തേ? അത് മോശമല്ലേ? മോശമാണ്, അറിയാം. പക്ഷേ ഇഷ്ടമാണ്. അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയുണ്ട്. എന്നെ സ്വന്തമാക്കി കഴിഞ്ഞ് പഴയ സ്വഭാവം കാണിക്കില്ലെന്ന് ആര് കണ്ടു? എനിക്ക് സമാധാനമായി ഒരു ജീവിതം ദൈവം വിധിച്ചിട്ടില്ല. നിത്യ അവളുടെ തോളിൽ തട്ടി. എന്തായാലും നീ ഇന്ന് നൈറ്റ് പോവുമല്ലേ? പോയിട്ട് വാ. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ നോക്കി സഞ്ജു പല്ല് കടിച്ചു. കയ്യിലിരുന്നത് പോവുകയും ചെയ്തു. എന്നാൽ ഉത്തരത്തിലിരുന്നത് കിട്ടിയോ? അതുമില്ല. കൂട്ടുകാർ അവനെ കളിയാക്കി. കയ്യിലിരുന്നതിനെ എനിക്ക് വേണ്ട, പക്ഷേ ലക്ഷ്മിയെ ഞാൻ സ്വന്തമാക്കും. നീയൊക്കെ കണ്ടോ? കാണാനൊന്നുമില്ല. അവളെ അഭിമന്യുവിൻ്റെ ആവശ്യങ്ങൾക്ക് നിർത്തിയേക്കുവാ. സാറിൻ്റെ മോഹം കഴിഞ്ഞ് എടുത്തെറിയുമ്പോൾ നീ പോയി എടുത്തോ. ദിയെ തൂക്കി എറിഞ്ഞ പോലെ ലക്ഷ്മിക്കും ഒരു സമയം വരും. സഞ്ജു ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയി. രാത്രി ഡ്രസ്സുകളെല്ലാം ബാഗിലേക്ക് അടുക്കി വയ്ക്കുവാണ്. നല്ല സെലക്ഷനാണ് സാറിന്, നിത്യ പറഞ്ഞു. ലക്ഷ്മി ആലോചനയോടെ ഫോണിൽ നോക്കിയിരുന്നു. ഫോണിൽ ആരാടി? ഫോൺ പിടിച്ചു വാങ്ങി നോക്കിയതും നിത്യ ഞെട്ടിപ്പോയി. എൻ്റെ ഭഗവാനെ, ഇതെപ്പോഴാ അങ്ങേര് നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നത്?
മഴ മൊത്തം നനഞ്ഞ രാത്രി നല്ല പനിയായിരുന്നു. സാറ നേരം പുലരും വരെ അടുത്തിരുന്നതെന്ന് കരുണമാമ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അന്നായിരിക്കും. എന്തായാലും പുള്ളിക്കാരൻ നിന്നെ വിടാതെ പിടിച്ചേക്കുവാ. എന്തിനാ അഫി എന്നും ഈ യാത്ര? ഇന്ദുജ കലിയിൽ ചോദിച്ചു. ബിസിനസ് ആകുമ്പോൾ ഇങ്ങനെയാ മമ്മ. മമ്മയും US വെച്ച് അങ്ങനെ ആയിരുന്നില്ലേ? എന്നെ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടിയിട്ടുണ്ടോ? അഫി ശബ്ദമുയർത്തിയതും ഇന്ദുജ ബർമയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് പോയി. ഇവളെന്തിനാ ദൈവമേ എന്നെ നോക്കുന്നത്? ചെക്കൻ ഇപ്പോഴാ തലയ്ക്ക് വെളിവ് വെച്ചത്. ഇതിപ്പോ എല്ലാം എൻ്റെ തലയിലാവുമല്ലോ. അയാൾ പിറുപിറുത്തു. അഫി, നീയാണോ ആ ചെക്കൻ്റെ കേസിന് പിന്നിൽ? അവൻ ഡാഡിയെ നോക്കി നെറ്റി ചുളുക്കി. യാദവ് അച്ഛൻ അവൻ്റെ കാര്യമാ ഉദ്ദേശിച്ചത്, ആദി പറഞ്ഞു. അവനെ ഒന്ന് പിടി കയറ്റിയതാ. ഇനി കളിപ്പാട്ടം പോലെ യാദവിൻ്റെ ഒരു തേരോട്ടമുണ്ട്. അഭിമന്യുവിനെ വീഴ്ത്താൻ സൂക്ഷിക്കണം. എനിക്കറിയാം ഡാഡി. അവൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. നിന്റെ കാര്യമല്ല ലക്ഷ്മി, ആ കുട്ടിക്ക് അറിയാത്ത സ്ഥലങ്ങളാണ്. എന്തേലും പറ്റിപ്പോയാൽ. നോ ഡാഡി, വർമ്മ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ അഫി ഇടയ്ക്ക് കയറി. അവൾക്ക് ഒന്നും സംഭവിക്കില്ല.